എൻ്റെ പേര് ജലീറ. എനിക്കൊരു വയസ്സായ മോളുണ്ട്. ഇവളുടെ പേരാണ് റിൻസ ഫാത്തിമ. ഇവള് ആദ്യം പാൽ കുടിക്കലില്ല, ഉറക്കില്ല, ഭക്ഷണം കഴിക്കാറില്ല. അപ്പോളോ ക്ലിനിക്കിലെ രതീഷ് ഡോക്ടർ, അശ്വതി ഡോക്ടറെ പറഞ്ഞത്. അപ്പോൾ അവിടെ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഓള് നാവിൻ്റെ അടിയിലും ചുണ്ടിൻ്റെ മേലെയും പാടെയാണ്, അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന്. അപ്പോഴാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഇപ്പോൾ നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറക്കമുണ്ട്, പാൽ കുടിക്കുന്നുണ്ട്, നല്ല മാറ്റമുണ്ട്. ഇവിടെ വന്ന് കാണിച്ചുകൊണ്ട് ഇവിടെ ചികിത്സയ്ക്ക് വന്നതിന് ശേഷം എൻ്റെ മോൾക്ക് നന്നായി ഉറങ്ങാൻ പറ്റുന്നുണ്ട്. താങ്ക്സ് അപ്പോളോ ക്ലിനിക്. ഈ കുഞ്ഞ് നമ്മളടുത്ത് വന്നത്, ഈ അമ്മ നമ്മളടുത്ത് വന്നത് ബ്രസ്റ്റ് ഫീഡിങ് പ്രോബ്ലം ആയിട്ടായിരുന്നു. അതായത് കുട്ടിക്ക് പ്രോപ്പർലി വലിച്ചു കുടിക്കാൻ പറ്റുന്നില്ല. അപ്പം എന്താണ് പ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ്? പ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മുലക്കണ്ണും അതിന് ചുറ്റുമുള്ള കറുത്ത ഭാഗവും കുട്ടി പ്രോപ്പർലി വായ്ക്കകത്ത് വെച്ച് മുലക്കണ്ട് ചെറുനാവിൻ്റെ ലെവലിലേക്ക് വരണം. അന്നേരം ബ്രസ്റ്റ് മിൽക്ക് പെട്ടെന്ന് ഗൾപ്പ് ചെയ്ത് തന്നെ തൊണ്ടയിലേക്ക് എത്തുകയും അത് അകത്തേക്ക് എത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇതില്ലാത്ത നിമിഷങ്ങളിൽ, അതായത് പ്രോപ്പർ ലാച്ച് ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് കുട്ടികളിൽ വളരെ കോമൺ ആയി കാണുന്നതാണ് ഈ ടെതേർഡ് ടിഷ്യൂ അല്ലെങ്കിൽ ടങ് ടൈ, ലിപ് ടൈസ്. ഇതുണ്ടാകുമ്പോൾ പ്രോപ്പർ സക്കിങ് നടക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളത് ഫങ്ഷണൽ ഫ്രണ്ടുലോപ്ലാസ്റ്റി എന്നൊരു ചെറിയ സർജറിയിലൂടെ നീക്കം ചെയ്ത് ആ ബാക്കിയിലെ കുട്ടിക്ക് സുഗമമായി തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ പറ്റുന്നതാണ്.